പറയുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾക്കറിയാം. ടെൽ. ഇരിക്കുക, സിറ്റ്. വിളിക്കുക, കോൾ. അങ്ങനെയാണെങ്കിൽ പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, ചെയ്യാൻ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? വിളിക്കാൻ, ഇരിക്കാൻ, പോവാൻ, ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന്. വളരെ സിമ്പിളാണ്. നമുക്കൊരൊറ്റ വാക്ക് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ആൺമക്കൾ. ഇംഗ്ലീഷിലെ ആൺമക്കളാണ് ടു, ഇൻ ഓർഡർ ടു, സോ ആസ് ടു. സോ നമുക്ക് പറയാം, നമ്മൾ വിളിക്കാൻ ടു കോൾ, ഇരിക്കാൻ ടു സിറ്റ്, തിന്നാൻ ടു ഈറ്റ്. അപ്പോൾ ഞാൻ കോഴിക്കോട്ടേക്ക് പോകുന്നു. അപ്പോൾ ബസ്സിലുള്ള ആൾ ചോദിക്കുകയാണ്, എന്തിനാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത്? അപ്പോൾ നമുക്ക് പറയാം, ഐ ആം ഗോയിങ് ടു കാലിക്കറ്റ് ടു മീറ്റ് മൈ ഫ്രണ്ട്. എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നു. ഐ എം ഗോയിങ് ടു കാലിക്കറ്റ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അങ്ങനെ ചെയ്യാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ടു, ഇൻ ഓർഡർ ടു, സോ ആസ് ടു ഉപയോഗിക്കാം. മൂന്നും ഒരേ അർത്ഥം തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ടു ജനറലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. സോ ആസ് ടു ഇത്തിരി കൂടി ഫോർമലായിട്ട് ഉപയോഗിക്കാം. എല്ലായിടത്തും ഉപയോഗിക്കാം. പക്ഷേ ഇൻ ഓർഡർ ടു എന്നുള്ളത് ഇത്തിരി കൂടി റിട്ടൺ ഭാഷയിലാണ് ഉപയോഗിക്കുന്നത്. അച്ചടി ഭാഷകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇൻ ഓർഡർ ടു. കമ്മ്യൂണിക്കേഷനിലും നമുക്ക് ഉപയോഗിക്കാം. ഐ എം ഗോയിങ് ടു കാലിക്കറ്റ് ഇൻ ഓർഡർ ടു സ്റ്റാർട്ട് ബിസിനസ്. ഞാൻ കോഴിക്കോട്ടേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. സോ ഇതാണ് നമ്മുടെ ഇംഗ്ലീഷിലെ ആൺമക്കൾ എന്ന് പറയുന്നത്. സോ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ യൂസേജ് ഓഫ് ആൺമക്കൾ ഇൻ ഇംഗ്ലീഷ്.